ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. കൃത്യമായി പറഞ്ഞാൽ 1995 ഏപ്രിൽ 12 ചണ്ഡീഗഡിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം രാജധാനി എക്സ്പ്രസിൽ കേരളത്തിലേക്ക് മടങ്ങുകയാണ് EP ജയരാജനും സംഘവും. ട്രെയിൻ ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിലെത്തവേ മുഖം കഴുകാനായി EP വാഷ് ബേസിനടുത്തേക്ക് എത്തി. ടാപ്പ് തുറന്നതും ജയരാജന്റെ കഴുത്തിന് പിന്നിലേക്ക് 2 പേർ വെടിയുതിർത്തു. കൂടെ ഉണ്ടായിരുന്ന PK ശ്രീമതി അടക്കമുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിന്ന നിമിഷം. വെടിവെച്ചയാളും സഹായിയും അപ്പോഴേക്ക് തീവണ്ടിയിൽ നിന്ന് എടുത്തു ചാടിക്കഴിഞ്ഞിരുന്നു. തലയ്ക്ക് തൊട്ട് താഴെ വെടിയുണ്ട തറച്ചു കയറി അബോധാവസ്ഥയിലായ EP-യെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രം EP രക്ഷപ്പെട്ടു. പരിക്ക് ഭേദമായി തിരികെ എത്തിയ ധീര സഖാവിന് ആവേശോജ്വലമായ സ്വീകരണമാണ് അണികൾ അന്ന് കണ്ണൂരിൽ ഒരുക്കിയത്. ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുള്ളി പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി കൈവശം റിവോൾവർ ഉണ്ടായിരുന്നു ആ പ്രതിയുടെ. പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെയാൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പിടികൂടി. വെടിവെച്ചവരെ പോലീസ് കണ്ടെത്തി. വിക്രം ജാലിൽ ശശി, പേട്ട ദിനേശൻ. മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ വധശ്രമം എന്ന പോലീസിന്റെ ആദ്യ സംശയം അതോടുകൂടി അസ്ഥാനത്തായി. രാഷ്ട്രീയ കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിടാൻ പോകുന്ന വെളിപ്പെടുത്തലാണ് പിന്നീട് അവരിൽ നിന്നുണ്ടായത്. ഗൂഢാലോചന നടത്തിയത് MV രാഘവനും K സുധാകരനുമാണെന്ന് അവർ മൊഴി നൽകി. തിരുവനന്തപുരത്തെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയെന്നും. കേസിൽ പിടിക്കപ്പെട്ട ദിനേശനും ശശിയും പക്ഷേ അപ്പോൾ ശിക്ഷിക്കപ്പെട്ടില്ല. ഇടത് സർക്കാർ അധികാരത്തിലേറിയതോടെ കേസന്വേഷണം പോലീസ് വീണ്ടും ഊർജിതമാക്കി. ഒരു രാത്രിയിൽ തീവണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി സുധാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ചു ദിവസത്തേക്കെങ്കിലും സുധാകരൻ ജയിലിലായി. വർഷങ്ങൾക്ക് ശേഷം വിക്രം ജാലിൽ ശശി കൊല്ലപ്പെട്ടു. വിവിധ കേസുകളിലായി പേട്ട ദിനേശന് 19 വർഷത്തെ കഠിന തടവ് വിധിച്ചെങ്കിലും പിന്നീട് മേൽക്കോടതി കുറ്റവിമുക്തരാക്കി. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് K സുധാകരനാണ് വധശ്രമത്തിനുള്ള ഗൂഢാലോചന നടത്തിയതെന്ന് കാണിച്ച് ജയരാജൻ സ്വകാര്യ അന്യായം സമർപ്പിച്ചു. ഇതോടെ സംഭവത്തിൽ K സുധാകരന് പങ്കുണ്ടെന്ന് കാണിച്ച് ആന്ധ്രയ്ക്ക് പുറമെ ശംഖുമുഖം പോലീസും കുറ്റപത്രം സമർപ്പിച്ചു. ശശിക്ക് പുറമെ പേട്ട ദിനേശൻ, TP രാജീവൻ, ബിജു, K സുധാകരൻ എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും തുടർന്ന് ശശിയെയും ദിനേശിനെയും ജയരാജനെ ആക്രമിക്കാൻ നിയോഗിച്ചെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ ഹർജി നൽകി. ഒരു കേസിൽ 2 FIR നിലനിൽക്കില്ലെന്നായിരുന്നു സുധാകരന്റെ വാദം. എന്നാൽ ഗസ്റ്റ് ഹൗസിൽ നടന്ന ഗൂഢാലോചന മറ്റൊരു കേസാണെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ഇതിനെതിരെയാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ പ്രതികളെ വിട്ടയച്ചത് ചൂണ്ടിക്കാട്ടി കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് 2016 K സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതോടെ കേസ് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം സർക്കാർ കോടതിയെ സമീപിച്ചു. ഈ ഹർജി അനുവദിച്ചുകൊണ്ടാണ് സുധാകരനെ പ്രതിപട്ടികയിൽ ഒഴിവാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി, എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി, എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും BJP-യുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് EP ജയരാജൻ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കുറ്റവിമുക്തനായെങ്കിലും K സുധാകരന്റെ തലയിൽ നിന്ന് ഈ വെടിവെപ്പ് കേസ് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകില്ലെന്ന് സാരം.